പക്ഷെ മനസ്സിനെ ഞെക്കുന്ന ഒരു കാര്യം അവതരിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞെട്ടരുത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്കാണ്. രജനി ചിത്രം യന്തിരന്റെ കഥ മോഷ്ടിച്ചെന്ന പരാതിയിൽ സംവിധായകൻ ശങ്കറിനെതിരെ ഇഡിയുടെ നടപടി. സത്യത്തിൽ അവിടെ എന്താണ് സംഭവിച്ചത്? അത് ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഒന്ന് വ്യക്തമാക്കി തരൂ. ഈ PMLA ആക്ട് പ്രകാരം പകർപ്പവകാശ നിയമം ലംഘിച്ചതിന് രാജ്യത്ത് ആദ്യമായാണ് ഈ നിലയിൽ ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് അവനെ പറ്റിയിട്ട് നാട്ടുകാർക്ക് അങ്ങനെ ഒരു അഭിപ്രായം ഇല്ലല്ലോ. അദ്ദേഹത്തിന്റെ 2010 പുറത്തിറങ്ങിയ രജനി ചിത്രമായ യന്തിരൻ ആ വർഷം ഇന്ത്യൻ സിനിമയിൽ തന്നെ ഏറ്റവും അധികം പണം വാരിയ ചിത്രമായിരുന്നു. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? ഈ ചിത്രത്തിന്റെ കഥ തന്റേതാണ് എന്ന് ചൂണ്ടിക്കാട്ടി അരൂർ തമിഴ്നാടൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി കോടതിയിൽ ഒരു പരാതി നൽകിയിരുന്നു 2011. ആ പരാതിയുടെ ചുവട് പിടിച്ചാണ് ഇപ്പോൾ സംവിധായകനായ ശങ്കറിനെതിരെ നടപടി എടുത്തിരിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. ഈ PMLA ആക്ട് പ്രകാരം പകർപ്പവകാശ നിയമം ലംഘിച്ചതിന് രാജ്യത്ത് ആദ്യമായാണ് ഈ നിലയിൽ ഒരു വ്യക്തിക്കെതിരെ നടപടി എടുക്കുന്നത്. അദ്ദേഹത്തിന് ഈ ചിത്രത്തിന് ലഭിച്ച പ്രതിഫലം 11 കോടി രൂപയായിരുന്നു. അദ്ദേഹത്തിന്റെ ചെന്നൈയിലുള്ള 3 സ്വത്തുകൾ, 3 പ്രോപ്പർട്ടി, അത് 10 കോടി രൂപയുടേതാണ്. അതാണിപ്പോൾ ED കണ്ടുകെട്ടിയതായി അറിയിച്ചിരിക്കുന്നത്. ചതിച്ചോ ദൈവമേ, അരിയും മുങ്ങി മണ്ണെണ്ണയും മുങ്ങി മാസം തോറും കിട്ടണ പഞ്ചസാരയും മുങ്ങി. എന്നാ പിന്നെ വരാനുള്ളത് ഏതെങ്കിലും ഓട്ടോ പിടിച്ചു വരും മുമ്പ് ഞാൻ പോട്ടെ. ദൈവം കാക്കട്ടെ എന്നെ.